പ്രിയപ്പെട്ടവരെ, എഴുതാനായി ഒരുപാട് നിറക്കൂട്ടുള്ള ഒരു മനോഹര ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് സമൂഹം. വർഷങ്ങൾക്ക് മുൻപ്, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, ഒരു 61 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയാം, 1963 66 കാലഘട്ടത്തിലാണ് ദ്വീപുകളിൽ താമസിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. ആ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ കുടിയേറിയ ചില ഓർമ്മശകലങ്ങളിൽ നിന്ന് അന്നത്തെ ദ്വീപിലെ കലാ, സാംസ്കാരിക, സാഹിത്യ, വ്യാവസായിക, ആരോഗ്യ മേഖല എന്നിവയെ തീർച്ചയായും നിങ്ങൾക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ ലക്ഷദ്വീപിലെത്തുന്നത് 1964 കവരത്തിയിലേക്കാണ്. അപ്പോൾ എൻ്റെ ആദ്യ ദീർഘദൂരമായിട്ടുള്ളൊരു ജലസഞ്ചാരമായിരുന്നു അത്. ഞാനാകെ വെള്ളത്തിൽ സഞ്ചരിച്ചിട്ടുള്ളത് ഏനമാവ്, മണലൂര്, ബസ് കയറാൻ വേണ്ടിയിട്ട് മണലൂര് കടവുണ്ട്. ആ മണലൂര് കടവിൽ ഒരു വഞ്ചിയിൽ ഇങ്ങനെ സഞ്ചരിച്ച് മാത്രമാണ്. പക്ഷെ കോഴിക്കോട് നിന്ന് കപ്പലിലേക്കുള്ള ഒരു യാത്ര തന്നെ. അന്ന് കപ്പലുണ്ട്, MV രാജലക്ഷ്മി, MV ധനലക്ഷ്മി എന്ന് പറഞ്ഞ 2 കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കപ്പലിലാണ് അവിടെ പോയത്. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. അതുപോലെ അമ്മാമൻ അവിടുത്തെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ, ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്ന ഡെസിഗ്നേഷനിലാണ് ഉണ്ടായിരുന്നത്. രാധാകൃഷ്ണ പണിക്കർ എന്നായിരുന്നു പേര്. അമ്മായി അവിടുത്തെ ആസ്പത്രിയിലെ ഡോക്ടറായിരുന്നു. അതുപോലെ തന്നെ അമ്മായിയുടെ ഒപ്പം മദ്രാസ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന വേറെ 2 ഡോക്ടർമാർ മിനിക്കോയ് ദ്വീപിലും ഡോക്ടർമാരായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് പരിചയക്കാരും എല്ലാം കൂടിയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. കവരത്തി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ TBയുടെ അടുത്തുള്ളൊരു ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെയുള്ള പല കാര്യങ്ങളും എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. അമീനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീണ്ട താടിയൊക്കെ വളർത്തിയിട്ടൊരു അമീനായിരുന്നു. അമീൻ കച്ചേരി എനിക്ക് ഓർമ്മയുണ്ട്. ആശുപത്രി അന്ന് പക്ക ആശുപത്രി ആയിട്ടുണ്ട്. അമ്മായി ഞങ്ങളെത്തിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് അമ്മായി അവിടേക്ക് മെഡിക്കൽ കോളേജിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ് സർവീസിലേക്ക് മാറിയിട്ട് വരുന്നത്. അമ്മാവൻ്റെയൊക്കെ ഓഫീസ് അപ്പോഴും കോഴിക്കോട് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ആദ്യമൊക്കെ 50കളുടെ ആദ്യത്തിലൊക്കെ അദ്ദേഹം ദ്വീപിലേക്ക് വന്നിരുന്നത് ഓണത്തിലായിരുന്നു എന്നാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ പേടിയായിരുന്നു. ഈ ഓണത്തിലൊക്കെ പായവഞ്ചിയിലൊക്കെ ദ്വീപിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഓർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അന്ന്. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത്, വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു, അതോ പ്രസിഡൻ്റ് ആയതിനു ശേഷമാണോന്ന് ഓർമ്മയില്ല, ശ്രീ സാക്കിർ ഹുസൈൻ അവിടെ വരികയുണ്ടായി. INS കാവേരി എന്ന് പറഞ്ഞിട്ടൊരു യുദ്ധക്കപ്പലിലാണ് വന്നിരുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ അടുത്ത് കാണാനും അതുപോലെ തന്നെ ഈ INS കാവേരി കാണിച്ചു തന്നൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാടകം, പാട്ട്, അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പലപ്പോഴും കൊച്ചുകുട്ടിയായിരുന്നു, ചെറിയ കുട്ടിയായിരുന്ന കാരണം കുട്ടിവേഷങ്ങളൊക്കെ ഞാനാണ് ചെയ്യാറുണ്ടായിരുന്നത്. പാട്ട് പാടും. അന്നെന്താ, കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100ൻ്റെ നോട്ട് കൊണ്ടാറ, ആ പാട്ടൊക്കെ പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ സിനിമ കാണിച്ചു തരും. ഹം പഞ്ചി ഏക്ക് ഡാലിക്കെ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, മാസത്തിൽ ഒരിക്കലേറ്റ സിനിമ ഉണ്ടാവുക. ഹം പഞ്ചി ഏക്ക് ഡാലിക്കെ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ട് ചാടിത്തുള്ളിയതൊക്കെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് അവിടുത്തെ ലഗൂണാണ്. മരതകപ്പച്ചയിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങിയൊരു ഇതായിട്ട് കിടക്കുന്നൊരു ലഗൂൺ. എല്ലാ ഐലൻഡിലും ആ ലഗൂണുണ്ട്. എന്നെ മനസ്സിനെ വളരെയധികം ആകർഷിച്ചുള്ളൊരു സ്ഥലം അതാണ്. പിന്നെ അവിടുത്തെ മീൻപിടുത്തം, പലതരത്തിലുള്ള മീൻപിടുത്തങ്ങൾ ഞാൻ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുന്തം പോലെ, കുന്തല്ല, ഇങ്ങനെയുള്ളൊരു ഇതിൽ വലിയൊരു ചരടും കെട്ടി ഒരാൾ കടപ്പുറത്ത് നിന്നിട്ട് അത് എറിയുന്ന സമയത്ത് മത്സ്യം അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടോ അതെനിക്കറിയില്ല. അത് നല്ല ഓർമ്മയുണ്ട്. അത് ഈ നമ്മളുടെ മരിഞ്ഞ് പോലത്തൊരു മത്സ്യത്തിനാണ്, നീളമുള്ളൊരു മത്സ്യത്തിനെയാണ് പിടിക്കുക. പിന്നെ വേറൊരു ഇത് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിഴക്കേ ഭാഗത്ത് റീഫില്ല, ലഗൂണില്ല, തിരമാലകൾ വളരെ അടുത്ത് വന്ന് തന്നെ അടിക്കും. അപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ ഒരാൾ കയറിയിരുന്നിട്ട് വലിയ മത്സ്യത്തിനെ സ്പോട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവർ മുഴുവനും വലയും കൊണ്ട് അതിൻ്റെ അപ്പുറത്ത് കൂടെ പോയിട്ട് ആ മത്സ്യത്തിനെ ഇങ്ങനെ അടുപ്പത്തേക്ക് കൊണ്ടുവന്ന് ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഏറ്റവും നല്ല വ്യവസായമായിട്ട് നടക്കുന്നതൊക്കെ ഫിഷറീസാണ്. അപ്പം ആ കാര്യം ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളുമായിട്ട്, ഇപ്പം നടക്കുന്ന ഓരോ കാര്യങ്ങളായിട്ടും ബന്ധപ്പെടുത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയണത് കേട്ടോ. എൻ്റെ 10 വയസ്സിലുള്ള ഓർമ്മകളാണ് ഞാനീ പറയുന്നത്.
പിന്നത്തെ വേറൊരു കാര്യം പിട്ടിക്കുരുവി. അത് പിട്ടിദ്വീപിലാണ് കണ്ടിട്ടുള്ളത്. മറ്റുള്ള ദ്വീപുകളിലൊന്നും പിട്ടിക്കുരുവിയെ കാണാറില്ല. അതിൻ്റെ മുട്ടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നിറച്ചിങ്ങനെ കറുത്ത കുത്തുകളുള്ളൊരു മുട്ടയാണ്. ഏകദേശം ഒരു കോഴിമുട്ടയുടെ അടുത്ത് വലിപ്പമുള്ളത്. പിട്ടിമുട്ടയെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ആ കാലത്ത്. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളത് അവിടെ ഒരു ഫാം ഉണ്ടായി കവരത്തിയിൽ. നല്ല ഇനത്തിലുള്ള പശുക്കളെ കൊണ്ടുവന്നിട്ട് അതുപോലെ ഒരു പച്ചക്കറി തോട്ടം. അപ്പോൾ ദ്വീപിൽ ആദ്യമായിട്ട് 2 മൂർഖൻ പാമ്പുകൾ വന്നുപെട്ടത് ഈ പശുക്കൾക്ക് തിന്നാനായിട്ട് കൊണ്ടുവന്ന വൈക്കോലിൻ്റെ ഉള്ളിലായിരുന്നു. അതിനെന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പാമ്പുകളൊന്നും അവിടെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന ടിവിയുടെ അടുത്തായിട്ട് തന്നെ ഒരു ക്യാൻറ്റീനും ഉണ്ടായിരുന്നു. പിന്നെ നിറച്ചും എൻ്റെ ഓർമ്മയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിറച്ചും ഈ കടച്ചക്ക ഉണ്ടാകുന്ന മരങ്ങൾ നിറയുണ്ട്. അപ്പം ഞങ്ങളുടെ വലിയൊരു കളി എന്ന് പറയുന്നത് ഈ കടച്ചക്ക മുറിച്ചിട്ട് വീല് പോലെയാക്കും. എന്നിട്ട് ഒരു തരം വണ്ടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓടിക്കളിക്കലാണ് ഏറ്റവും വലിയ വിനോദം അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് അച്ഛന് കടമത്ത് ദ്വീപിലേക്കാണ് ട്രാൻസ്ഫർ ആയത്. ഈ കടമത്ത് ദ്വീപിൽ ഒരുപാട് മലയാളി മാഷ്മാരും ടീച്ചർമാരുണ്ടായിരുന്നു. അവരുടെ പേരുകളടക്കം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശാന്തകുമാരി ടീച്ചർ, ജാനകി ടീച്ചർ, മേരി ടീച്ചർ, ജോർജ്, ജേക്കബ് മാഷ്. അപ്പോൾ അടുത്ത ക്വാർട്ടേഴ്സിൽ ഈ കെട്ടിടമണിക്ക് വന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അടുത്ത് തബലയുണ്ടായിരുന്നു, ബുൾബിൾ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് നന്നായിട്ട് പാട്ട് പാടുന്നവരായിരുന്നു. ഈ ബുൾബിളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നത്. എന്നെക്കൊണ്ട് അവർ തബല വായിപ്പിക്കും. ഞാനിപ്പോഴും തബല വായിക്കുന്ന സ്വഭാവക്കാരനാണ് കേട്ടോ. അപ്പോൾ അന്നായിരിക്കും അതിൻ്റെയൊക്കെ ആദ്യത്തെ ഇത് തുടങ്ങിയെന്ന് എനിക്ക്. പാട്ടുകളും ഈ ബുൾബിളൊക്കെ എനിക്ക് അത്ഭുതത്തോടു കൂടി നോക്കിയെന്നുണ്ട്. ബുൾബിൾ അറിയുന്ന തോന്നുന്നു എല്ലാവർക്കും അല്ലേ. ഹാർമോണിയം ഇതുപോലത്തെ ഗിറ്റാർ പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ വിരലുകൊണ്ട് കീസ് അമർത്തുന്നൊരു പറഞ്ഞിട്ട് ഇതാക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ്. അത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ അധികം. അതുപോലെ പിന്നെ വേറൊരു ഇത് മീൻപിടുത്തത്തിൻ്റെ കാര്യത്തിൽ ഈ തെരണ്ടികളെ പിടിക്കുന്നത്. അതൊക്കെ ഈ തെരണ്ടികൾ ഇവർ ബോട്ടിലിട്ടിട്ടല്ലോ. തെരണ്ടികൾ ഏകദേശം ഈ വലിയ റൂമിൻ്റെയൊക്കെ വലിപ്പമുള്ള പോലെ എനിക്ക് തോന്നിയത്. അത്ര വലിയ തെരണ്ടികളെയാണ് പിടിക്കുക. അതിനെ ബോട്ടിൽ കെട്ടി വലിച്ചു കൊണ്ടുവരും. കെട്ടി വലിച്ചു കൊണ്ടുവന്നിട്ട് അതിനെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അഴുക്കോലിലിട്ടിട്ട് ഉണക്കുക ചെയ്യുക. അപ്പോൾ ഈ കടപ്പുറത്ത് തന്നെ നിറയെ അടുപ്പുകളുണ്ടായിരിക്കും, എപ്പോഴും ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ തിങ്കളായതുകൊണ്ട് എപ്പോഴും വിറക് അതിൻ്റെ അടുത്തുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വെച്ചിട്ടുണ്ടെന്ന് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടാറ് എന്നാ പറയാന്ന് എൻ്റെ ഓർമ്മ. അതിനെ കൊട്ടാറിൻ്റെ ഒരു കഷ്ണം എടുക്കും, ലഘുണിൽ മുക്കും, ചുട്ടെടുക്കും, കഴിക്കും. പിന്നെ അവിടെ അന്ന് തന്നെ പീടികകളുണ്ടായിരുന്നു. കടമത്ത് ദ്വീപിൽ സദാസാഹിബ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പീടിക. എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും, എന്ത് വേണമെങ്കിലും. സാരി, വസ്ത്രങ്ങൾ തൊട്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു കടയായിരുന്നു സദാസാഹിബ്. അദ്ദേഹത്തിൻ്റെ ബ്രദർ, ഏട്ടനാണോ അനിയനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ചോട്ടാ സാഹിബ് എന്ന് പറഞ്ഞിട്ട് അമേനി ദ്വീപിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ 65-ലുണ്ടായ കൊടുങ്കാറ്റിൻ്റെ സമയത്ത് ഈ ചോട്ടാ സാഹിബ് ഭയങ്കര വൈദഗ്ധ്യമുള്ള ആളായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അച്ഛനോട് ഒരു സംഭവം ഉണ്ടായി അവിടെ. അതിൽ നിന്ന് രക്ഷപ്പെട്ട 2 പേര് വർത്താനം പറയുന്നത് കേട്ടതെന്ന് ഞാൻ കേട്ടെടുത്തിട്ടുള്ളതാണ്. ഈ ചോട്ടാ സാഹിബിൻ്റെ ഇതിനു വേണ്ടി ഒരു കച്ചവടത്തിനായിട്ട് കോഴിക്കോട് വന്ന് നങ്കൂരടിച്ചിരിക്കുന്ന സമയത്ത് ആ ഓടം മറിയുകയുണ്ടായി. ചോട്ടാ സാഹിബ് കുറേ പേര് വന്ന് മരിക്കുകയുണ്ടായി. എന്നിട്ട് ഞങ്ങൾ കണ്ടോളൻസ് വിസിറ്റിന് വേണ്ടിയിട്ട് അമേനി ദ്വീപിലേക്ക് പോയ സമയത്ത് എല്ലാവരും വന്നിട്ട് ഉറക്ക കരഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്കെന്താണെന്ന് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലാവുന്നത്, എന്നെപ്പോലെ എൻ്റെ പ്രായത്തിലൊരു കുട്ടിക്ക് കണ്ണ് കാണിക്കാൻ കൊണ്ടുപോയി കണ്ണടയും വെച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ചോട്ടാ സാഹിബ്. ഓർമ്മയുണ്ടോ കഥാന്ന് എനിക്കറിയില്ല. ചോട്ടാ സാഹിബ് സ്വയം മരിക്കേണ്ടി വന്നതെന്നാണ് ഞാൻ കേട്ടത്. അത് അന്ന് രക്ഷപ്പെട്ട ഒരു ഇബ്രാഹിമും ഉക്കാസും അച്ഛനോട് പറയണതാണ് ഞാൻ കേട്ടിട്ട്. ആ ഓർമ്മയെന്നാണ് ഞാൻ ഇതെടുത്ത് പറയുന്നത്. കോഴിക്കോട്ടെ പത്തേമാരി അപകടം ഉണ്ടായ കാലഘട്ടത്തിൽ തന്നെയാണ് 2 കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന്, 64-ൽ ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായി. അപ്പോൾ ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഈ ഷില്ലൗട്ടിൽ വരുന്ന കപ്പലുകളുടെ ഇതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചിരുന്നു. അവിടെ ഒരു ടീം ഉണ്ടായിരുന്നു. അച്ഛൻ കടമത്തെ ദ്വീപിലായിരുന്നു. അച്ഛനായിരുന്നു അവിടെ കരയെന്നുള്ള ഏറ്റവും ഇതായിട്ട്. അച്ഛൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അവിടെ. പിന്നെ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഈ ഷില്ലൗട്ട് കാണിക്കുമ്പോൾ ഒരു ടീമായിട്ട് അവർ മുഴുവനും റോന്ത് ചുറ്റും. ഇന്ത്യൻ കപ്പലുകൾ ഏതാ, പാകിസ്ഥാൻ കപ്പലുകൾ ഏതാന്ന് മനസ്സിലാക്കാനുള്ള ഇതുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് വാൽനക്ഷത്രം, ഹേലീസ് കോമറ്റ് ആയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്.
എന്നെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. പുലർച്ചെ നേരത്തെ ഇവരുടെ ഈ ഉരി ചുറ്റുന്ന ആളുകളുടെ ഒപ്പമാണ് അത് കൊണ്ടുപോയിട്ട്. ഒരു ചെറിയ തലയും വലിയൊരു വാലായിട്ടുള്ള വാൽ നക്ഷത്രം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഈ കടമത്ത് ദ്വീപിലും വന്നതിന് ശേഷം ഈ പറയുന്ന പാട്ട്, ഡാൻസ് കളിച്ചിട്ട് ഞാൻ എന്താ കദളിവാഴ കയ്യിലിരുന്ന് എന്നുള്ള പാട്ടിന് ഇതിനൊക്കെ പെൺകുട്ടിയുടെ വേഷം കിട്ടിയിട്ട് ഡാൻസ് കളിച്ചിട്ടൊക്കെ ഉണ്ട്. നാടകം, സ്കൂൾ ലെവലിലുള്ള നാടകം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും ഭീഷ്മ ശബദാണെന്ന് കളിച്ചത്. എൻ്റെ വലിയൊരു കൂട്ടുകാരനായിരുന്നു ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട്. ഇബ്രാഹിമായിരുന്നു ശബ്ദന് മഹാരാജാവ്. വേറൊരു കൂട്ടുകാരനാണ് പെൺവേഷം കെട്ടിയിട്ടായിരുന്നു അന്ന് മറ്റേ ആയിട്ടുണ്ടായിരുന്ന സത്യവതിയായിട്ട്. ഞാനാണ് ഭരതനായിട്ടുണ്ടായിരുന്നത്. ഭരത ശബ്ദമൊക്കെ എനിക്കിപ്പോൾ നന്നായിട്ട് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ അവിടെയുള്ളത് ബോട്ട് നിർമ്മാണം, അങ്ങനെ പലതരത്തിലുള്ള വ്യവസായത എന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻ്റെതായതുകൊണ്ട് തെങ്ങിൻ്റെ പല വിഭവങ്ങളും, തെങ്ങുകൊണ്ടുള്ള പല വിഭവങ്ങളും ഉണ്ടാക്കിയിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ചക്കരയാണ്. മിനിക്കോയിലെ ചക്കരയ്ക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്. കടമത്ത് മറ്റുള്ള ദ്വീപുകളിൽ കിട്ടുന്ന ചക്കര ബ്രൗൺ കളറില്ല. മിനിക്കോയിലെ ചക്കര ഒരു വെള്ള നിറത്തിലുള്ള ചക്കരയാണ്. അതുപോലെ തന്നെ ഒരു നമ്മളുടെ ഈ അരിയുണ്ടയില്ലേ, അതുപോലത്തെ ഒരു സാധനം തേങ്ങയിൽ ഇതാക്കിയിട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ മറന്നു. തൊണ്ടിയൽവ. അതെ, അത് വളരെ 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 അതിങ്ങനെ തലമുടി മെടഞ്ഞിട്ട പോലെ ബാക്കി അതിൻ്റെ വാല് പോലൊരു ഇതുണ്ടാക്കി. അത് പുതിയ തെങ്ങിൻ്റെ ഇതിൽ തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ. കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു. പിന്നെ അതുപോലെ മത്സ്യവിഭവങ്ങളാണ്. ഈ 65-ലുണ്ടായ കൊടുങ്കാറ്റിൽ ശരിക്കും ഞങ്ങളന്ന് പേടിച്ചു വിട്ടു. വല്ലാണ്ട് പേടിച്ചൊരു കൊടുങ്കാറ്റായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പമ്പൻ പാലം തകർത്ത കൊടുങ്കാറ്റാണ്. പക്ഷെ ഞാനത് സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതല്ല. 65-ലെ കൊടുങ്കാറ്റ് ഒരിക്കലും ദ്വീപിൽ വരാൻ സാധ്യതയില്ലാത്ത കാലത്ത് വന്നൊരു കൊടുങ്കാറ്റായിരുന്നു. അപ്പോൾ ആ കൊടുങ്കാറ്റ് വന്നപ്പോൾ ചിലപ്പോൾ കാറ്റ് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കിഴക്കേ ഭാഗത്ത് കടപ്പുറത്ത് പോകാറുണ്ട്. അപ്പോൾ കടപ്പുറത്ത് പോകുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ പത, ഒരാൾ ഉയരത്തിലാണ് പതയുണ്ടായിരിക്കുക. ഒരു ചെറിയൊരു കാറ്റടിക്കുമ്പോൾ തന്നെ ഈ പത ഇങ്ങനെ പഞ്ഞി പോലെ ഇങ്ങനെ പറക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ അതിലും വലിയൊരു പേടി എന്തായിരുന്നു വെച്ചാൽ ഒരു ടൈഡൽ വേവ് വന്നാൽ ഒന്നടിച്ച കഴിഞ്ഞു ഞങ്ങളെല്ലാവരും. അപ്പോൾ ഒലിച്ചു പോകുന്നുള്ളൊരു കണ്ടീഷനായിരുന്നു. ഈ കലാ സാംസ്കാരിക സാഹിത്യം, മത്സ്യബന്ധനം, തനത് ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണം, വിപണനം, ബോട്ട് നിർമ്മാണം, ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം എന്നീ തുറകളിലെ വളരെ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വാസമുണ്ട് ആ 60 വർഷങ്ങൾക്ക് ഇടയിൽ. അപ്പോൾ ആ ഒരു നേർക്കാഴ്ച ശ്രീ ഇസ്മത്ത് ഹുസൈൻ നൽകുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാനിതെല്ലാം പറഞ്ഞത്. പിന്നെ അവിടെ ഒരു മമ്മുഞ്ഞിക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. മമ്മുഞ്ഞിക്ക എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകൾ പാടി, കഥകളായിട്ടും പാട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പം അദ്ദേഹം പാടിയിരുന്ന ചില പാട്ടുകളിലെ ചില വരികൾ എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്. ഒരു ആരോഗ്യപരമായിട്ട് എന്തോ ശുചീകരണം മര്യാദയ്ക്ക് നടക്കാത്ത വളരെ സറ്റയറിക്കായിട്ടൊക്കെയാണ് പാട്ട് പാടുക. അപ്പം അതിലൊരു പാട്ടിൻ്റെ ചെറിയൊരു ശകലം എന്താണെന്ന് വെച്ചാൽ, ലക്ഷദ്വീപുകാരെ, കടമം നാട്ടുകാരെ, നിങ്ങൾ കേപ്പി ഹെൽത്ത് ഓഫീസർ വാഴുന്ന കുടില്. പിന്നെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ അവിടെ എനിക്ക് മനസ്സിൽ തട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പരിചമുട്ടുകളി അതൊരു ഇതായിട്ടുള്ള പോലെ ഒരു പരിചമുട്ടുകളിയാണ്. അതിൻ്റെ പാട്ടിൻ്റെ ഒരു ശകലം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. തനതിന്ത താന ദിന്ത താന ദിന്ത താനിന താനോ തനതിന്ത താന ദിന്ത താനന ദിന്തിന്നോ ഇത് വരുന്നേ കാറ്റും കടന്നെൻ്റെ ബാപ്പൻ്റെ കപ്പല് ദിന്ത താന ദിന്ത താന ദിന്തിന്നോ. ഒരു 10 വയസ്സുകാരൻ കുട്ടി കണ്ടതൊക്കെ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വന്നുള്ള അഭിവൃദ്ധിയെ പറ്റിയിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം 61 കൊല്ലം മുമ്പുള്ള ഓർമ്മകളാണ് ഞാനിപ്പോൾ പങ്കുവെച്ചത്. എന്നൊക്കെ എത്രയോ വർഷങ്ങൾക്ക് എത്രയോ മാറ്റങ്ങൾ ദ്വീപിൽ വന്നിട്ടുണ്ടായിരിക്കുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. സാഹിത്യത്തിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം അന്നത്തെ കാലത്ത് അത്ര ബോധമില്ല. താങ്ക് യു വെരി മച്ച്.